ഞങ്ങളുടെ വീണ്ടും ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പോവാണ്. ആലപ്പി സുദർശൻ ചേട്ടന്റെ വീട്ടിലാണ് കേട്ടോ പോകുന്നത്. ഇത് ആലപ്പുഴയിലായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ അടുത്താണ്. നമ്മുടെ വീടൊക്കെ ആലപ്പുഴയിലാണല്ലോ. അപ്പം ആര്യക്കുട്ടൻ സ്കൂളിലൊക്കെ പോയി കേട്ടോ ഗൈസ്. അവൻ ഞങ്ങളുടെ ബൈപ്പാസിലോട്ട് കയറുവാണ്. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ആക്കി തിരിച്ചു വെച്ചിരിക്കുവാണ് വണ്ടി. ഒരിക്കെടുക്കാവോ? അപ്പുറത്തൊരു വണ്ടി നോക്ക്. നമ്മളിത് ഈ ബൈപ്പാസിന്റെ ഇങ്ങോട്ട് കയറി. ഗൈസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പി സുദർശൻ ചേട്ടൻ്റെ വീടുകളും കിഴക്കോടും നിൽക്കപ്പെടും. ഇത് ചേട്ടൻ്റെ വാടക വീടാണ് കേട്ടോ. ആരും തെറ്റിദ്ധരിക്കേണ്ട, സ്വന്തം വീടൊന്നുമല്ല. അപ്പോൾ ആ ചേട്ടൻ ഡ്രസ്സൊക്കെ ഇട്ടിച്ച് വരാമെന്ന് പറഞ്ഞു കേട്ടോ. റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞു. അകത്തോട്ട് പോയി. അപ്പം ഈ ചേട്ടൻ വളർത്തുന്ന കിളികളാണ് കേട്ടോ. ലവ് ബേർഡ്സ് കുറേ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ കൂടുകളൊക്കെ ഉണ്ട്. നല്ലൊരു തറവാടല്ലേ ശരിക്കും പറഞ്ഞാൽ. നല്ല രസമുണ്ട് വീടൊക്കെ കാണാം. പക്ഷേ മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളം കയറി. പിന്നെ ചേട്ടൻ റെഡിയായിട്ട് ഒരുങ്ങിയൊക്കെ വന്നു. ഇതൊക്കെ ചേട്ടന് കിട്ടിയ സമ്മാനങ്ങളാണ് കേട്ടോ. ഒരുപാട് ഗിഫ്റ്റാണ്. മൊമെൻറ്റോസ്, അതുപോലെ തന്നെ ഒത്തിരി ട്രോഫികൾ. അതുപോലെ ചേട്ടൻ്റെ വൈഫിനും മികച്ച നാടക നടിയായിരുന്നു. പുള്ളിക്കാരിക്കും കിട്ടിയ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഏതോ ഇനാഗുറേഷന് പോയത്. പിന്നെ നമ്മുടെ മനോരമയുടെ KM മാത്യു സാറുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ. അങ്ങനെ ഒരുപാട് ട്രോഫികളും മൊമെൻറ്റോസും ഒക്കെ ഉണ്ട് ചേട്ടൻ്റെ വീട്ടിൽ. ജർമ്മനി ആര് പോയി? ഇത് ഇപ്പോഴും വർക്കാകുമോ ചേട്ടാ? വർക്കാകുമോ ഇത് ഇപ്പോഴും? വർക്കാകുമോ? ജർമ്മനിയിൽ പ്രോഗ്രാമിന് പോയപ്പോൾ കൊണ്ടുവന്ന തേപ്പുപെട്ടിയാണ്. ഇതെങ്ങനെയാ ചേട്ടാ വർക്ക് ചെയ്യുന്നത്? ഓഹോ. ആക്ടിങ് ബുക്കെല്ലാം വായിക്കുമോ ചേട്ടാ? ഒരുപാട് ബുക്കുണ്ട് കേട്ടോ ചേട്ടൻ്റെ വീട്ടില്. പിന്നെ പിന്നെ ഇതൊക്കെ തന്നെ. പിന്നെ ഇത് കുമാരനാശാന്റെ, പിന്നെ ഇതൊക്കെ പഠിക്കുന്ന ബുക്കുകളാണ്. ഇതൊക്കെ പഠിച്ചിട്ടാണ് കുട്ടികളെ മോണാക്ട് പഠിപ്പിക്കുന്നത്. ഇത് ഷേക്സ്പിയറിലെ എടുക്കണോ? 1001 രാവുകളെന്ന് പറയുന്ന ഇത് 1000 ശിഷ്ടം കഥകളാണ് ഇതിനകത്തുള്ളത്. ഇതൊക്കെ ചേട്ടൻ വായിച്ചിട്ടാണ് അല്ലേ? വായിക്കുന്നു. വായിച്ചിട്ട് പിന്നെ ഞാൻ എടുത്തു തരണോ? ഷേക്സ്പിയറിന്റെ സമ്പൂർണ്ണ കൃതികളാണ്. ഷേക്സ്പിയറിന്റെ സമ്പൂർണ്ണ കൃതികളാണ് ഇതെല്ലാം. ഷേക്സ്പിയർ എഴുതിയിരിക്കുന്ന കംപ്ലീറ്റ് ബുക്കുകളായിരുന്നു. ഇപ്പോഴും ആ വായനാശീലം ഉണ്ട്. എല്ലാം വായിച്ച് വായിക്കാൻ ഞാൻ എഴുതുകയും ചെയ്തു. കാര്യം പിന്നെ ദക്ഷിണഭാരതത്തിലെ മഹാക്ഷേത്രങ്ങളാണ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ. കേരളത്തിലെ ദക്ഷിണ ഭാരതത്തിലെ ക്ഷേത്രങ്ങളാണ് ഇത് കംപ്ലീറ്റ്. ആ ക്ഷേത്രത്തിൽ പോകുന്നതിന്റെ വഴിയും പോകുന്നതിന്റെ റൂട്ടും എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ളതിന്റെ എല്ലാ ഹിസ്റ്ററിയാണിത്. ഇതെല്ലാം ഒരു എന്താ പറയുന്നത് കേരളം അങ്ങനെ ഓരോ സ്ഥലങ്ങളിലെ ഡീറ്റെയിൽസ് ഇതിനകത്തുള്ളു. അത് അങ്ങനെ കൊച്ചിലെ മുതലേ ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നോ? വായനയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നോ? വായിക്കാനൊക്കെ? എവിടെയാ പഠിച്ച ചേട്ടാ? ഏത് സ്കൂളിലാ പഠിച്ചേ? തലശ്ശേരിലാണോ? ചേട്ടന്റെ വീട് തലശ്ശേരിലാ? ഞാൻ പഠിച്ചു തലശ്ശേരിലാണ്. ഇവിടെ UP സ്കൂൾ വരെ ഉള്ളത്. പിന്നെ ഞാൻ തലശ്ശേരിലാണ്. എത്ര വരെ പഠിച്ചിട്ടുണ്ടാവും? എത്ര വരെ പഠിച്ചിട്ടുണ്ട്? പഠിത്തൊക്കെ കാണ ഇത് ഐതിഹ്യ കഥ.
എല്ലാ ഐതിഹ്യമാലകളില്ലേ അത് പിന്നെ കുമാരനാശാന്റെ കൃതികൾ അങ്ങനെ എല്ലാം കാര്യം എന്ന് വെച്ചാൽ പറയുന്ന എല്ലാം ഉണ്ട് ഇവിടെ ഇരിക്കുന്നതെല്ലാം ഈ വായിച്ച് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വേറെ ഇത് പോയല്ലോ, താഴെ പോയി. ഇത് പക്ഷിയുടെ മുട്ടയാണോ? അത് ആര് പോയി? ആഫ്രിക്കയില് ഞാൻ പോയായിരുന്നോ? ഞാൻ ആഫ്രിക്ക, ജർമ്മനി, ഒരുമാതിരിപ്പെട്ട എല്ലാ രാജ്യങ്ങളും പോയി പോയിട്ടുണ്ട്. ദുബായ്, ഖത്തർ, ദോഹ, പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഇതിന്റെ ഇതായിട്ട് പോയതാ, സ്കിറ്റ് ചെയ്ത് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട്. ആയിട്ട് പോയതാണ്. ഇത് ആഫ്രിക്ക എന്നുള്ളതാണ്. പക്ഷെ ഇത് കളിയാണ്, ഒന്നുമില്ല. കാലിയാണ്. ഓക്കെ. ഒന്നുമില്ല. അങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. കൊണ്ടുവരാൻ പറ്റും. പൊട്ടിയില്ലല്ലേ? ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. ക്ലീൻ ചെയ്തതാണ്. അവരെങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുക? അവിടെ ഉണ്ടാവും. എനിക്ക് അവിടെ ഗിഫ്റ്റ് കിട്ടിയതാണ്. ഗിഫ്റ്റ് പൈസക്ക് വാങ്ങിയതാണ്. ഗിഫ്റ്റ് കിട്ടിയതാ. പക്ഷെ ഇതിലെ ഓംലേറ്റ് 15 പേർക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഓംലേറ്റ് അടിച്ച പക്ഷെ ഇതങ്ങനെ പിന്നെ അതെ അതെ. അങ്ങനെ 2 മണിക്കൂർ നിൽക്കുന്ന പടമാണ്. 2 മണിക്കൂറുള്ള വാർഡിന് വിട്ടിട്ട് തിയേറ്ററിൽ എടുത്തുള്ളൂ. വാർഡിന് പറ്റിയൊരു പടമാണ്. കുട്ടികളുടെ കാറ്റഗറി പെടുന്ന, കുട്ടികളുടെ ചലച്ചിത്രത്തിന്റെ കാറ്റഗറി പെടുന്ന സിനിമയാണ്. ഒരു ആദ്യമായിട്ടൊരു പടം സംവിധാനം ചെയ്യാൻ ചേട്ടന്റെ മോഹമായിരുന്നു അല്ലേ? ഭയങ്കര ആഗ്രഹമായിരുന്നു. പടത്തിന്റെ ഒരു പ്ലാൻ നടക്കുന്നു.